എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2026 ജനുവരി 21, 22 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 2026 ഒരുപാട് എക്സാംസ് നടക്കാനുണ്ട് അല്ലേ. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയാലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയാലും അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ പോലീസ്, SBCID ഇങ്ങനെ ഒരു വലിയ ലൈനപ്പ് തന്നെ മുന്നിലുണ്ട്. അപ്പോൾ ഈ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലാണ് ടാലന്റ് ഈ ഒരു കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 2499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ദെൻ എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം 400 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ദെൻ അതുപോലെ തന്നെ മോഡൽ എക്സാംസ്, ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ, ദെൻ SCRT ക്ലാസ്സുകൾ, അതും ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഇനി അതിനൊക്കെ പുറമെ തന്നെ ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ദെൻ മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. സോ ഇതെല്ലാം കൂടി ചേർത്താണ് ഈ ഒരു 2499 രൂപ എന്ന് പറയുന്നത്. സോ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ദെൻ ഈ കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ലൈഫ് ടൈം ആണ്. സോ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്ത് പഠനം ആരംഭിക്കുക. അടുത്ത വർഷം തന്നെ ഒരു ജോലിയിൽ കയറാനായിട്ട് സാധിക്കണം. അപ്പോൾ 2026 10th ലെവൽ എക്സാംസ് ഒരുപാട് നടക്കാനുണ്ട് അല്ലേ. പ്രത്യേകിച്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും ദെൻ വെബ്കോയിലിൻ്റെ ഒക്കെ നടക്കാനുണ്ട്. സോ ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ദെൻ 2027 LDC ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും ടാലന്റ് റെക്കോർഡ് ക്ലാസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓഫർ പ്രൈസ് ആയിട്ടുള്ള 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ദെൻ ഇതിൽ ഈ പറയുന്ന പോലെ 200 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ദെൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും, ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും, ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും. ഇതിന്റെ ഒക്കെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യും. ദെൻ മെന്റർ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്താണ് 1499 രൂപ. സോ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ദെൻ ഇതിന്റെ വാലിഡിറ്റിയും ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. സോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഈ 1499 രൂപ. ഇത് ഓഫർ പ്രൈസ് ആണ്. സോ പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനമാണ്. അതായത് 2026 ജനുവരിയിൽ റിസർവ് ബാങ്ക് റീജിയണൽ ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? 2026 ജനുവരിയിൽ റിസർവ് ബാങ്ക് റീജിയണൽ ഡയറക്ടറായിട്ട്, നമ്മുടെ കേരള റീജിയന്റെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് ആര് എന്നാണ്? പ്രവീൺ കുമാർ വസന്ത രാമചന്ദ്രൻ. ആരാണ്? പ്രവീൺ കുമാർ വസന്ത രാമചന്ദ്രനാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും ചുമതലകളാകും എന്ത് ചെയ്യുന്നത് നോക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നൊരു പരിശോധനയാണ്. എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന് പറയുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പരിശോധനകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു പരിശോധന എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED നടത്തിയ ഒരു പരിശോധനയാണ്. അപ്പോൾ ഈ പറയുന്ന ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന് പറയുന്നത് ആരാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വ്യാപക പരിശോധനയാണ് എന്താണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. ഇതിന് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയാണ് ഈ പറയുന്ന ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് കേരളത്തിൽ മാത്രമല്ല, കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ കൂടി നിങ്ങൾ ഒരു വ്യക്തത വരുത്തി വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദവി പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതായത് 2026 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച UAE പ്രസിഡന്റ്. അപ്പോൾ UAEയുടെ പ്രസിഡന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. അപ്പോൾ അതിന് കാരണമുണ്ട്. അതായത് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? 2026 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ചിരിക്കുകയാണ്. കാരണം പലപ്പോഴും ഡിഗ്രി ലെവൽ പോലുള്ള എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്, അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഈ വ്യക്തി ഏത് രാജ്യത്തിന്റെ പദവിയാണ് വഹിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ 2026 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച UAE പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ഇതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു പേര് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അറിയാം കുറച്ച് വലിയ പേരാണ്, എന്നിരുന്നാൽ തന്നെ നോട്ട് ചെയ്യുക. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്ന് പറയുന്ന UAEയുടെ പ്രസിഡന്റ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? 2026 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ചു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഒരു പിഴ ചുമത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് ഇൻഡിഗോ എന്ന് പറയുന്ന എയർലൈന് എന്ത് ചെയ്തിരിക്കുകയാണ്? പിഴ ചുമത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്തിടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ 22.20 കോടി രൂപ പിഴ ചുമത്തിയ ഇന്ത്യൻ എയർലൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണടാ? അത് ഇൻഡിഗോയാണ്. അപ്പോൾ ഇൻഡിഗോയ്ക്ക് പിഴ ചുമത്തിയത് കൊണ്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു എന്ന് നോക്കിയെന്നേ ഉള്ളൂ.
ഇനി അടുത്ത് നോക്കാനുള്ളത് തമിഴ്നാട് നിലവിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സോവറിൻ AI പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ സോവറിൻ AI പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്. എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ കാര്യങ്ങൾ നിലവിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നിലവിൽ വരാൻ പോകുന്നു എന്നൊരു വാർത്ത ഉള്ളത് കൊണ്ട് നമ്മളത് നോട്ട് ചെയ്ത് വയ്ക്കുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എന്താണ് സോവറിൻ AI പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഇവിടെ ഫ്യൂണിക്കുലർ റെയിൽവേ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പറയാനായിട്ട് പോവുകയാണ്. അതായത് കുത്തനെയുള്ള പ്രദേശങ്ങളിൽ ആളുകൾക്ക് യാത്ര ചെയ്യാനായിട്ട് ലിഫ്റ്റ് റെയിൽവേ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള സൗകര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഉണ്ടാക്കാറുണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഫ്യൂണിക്കുലർ റെയിൽവേ എന്ന് പറയുന്നത്. സോ അത് ആദ്യമേ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്യൂണിക്കുലർ റെയിൽവേ തുറന്നത് എവിടെയാണ്? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്യൂണിക്കുലർ റെയിൽവേ തുറന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലാണ് കേട്ടോ. താനെ ജില്ലയിലാണ് എന്ത് ചെയ്തത്? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്യൂണിക്കുലർ റെയിൽവേ തുറന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2026 ഇന്ത്യ ഇന്റർനാഷണൽ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റ് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്നത് ആര് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? 2026 ഇന്ത്യ ഇന്റർനാഷണൽ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റ് കോൺഫറൻസ് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. ദെൻ ഇത് ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു എങ്കിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അത് ജ്ഞാനേഷ് കുമാർ. ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇവിടെ പറഞ്ഞതൊരു വേദിയായിരുന്നു 2026 ഇന്ത്യ ഇന്റർനാഷണൽ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റ് കോൺഫറൻസ്. ആരാണ് ആതിഥേയത്വം വഹിക്കുന്നത്? ഇന്ത്യയാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നേതൃത്വം നൽകുന്നത്. അതുകൂടി നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അപ്പോൾ എന്താണ് കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ്. ദെൻ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി ഇപ്പോൾ പറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇത് എന്താണ് നമ്മുടെ കാസിരംഗ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഈ പറയുന്ന കാസിരംഗ അസമിലാണ്. ദെൻ അസമിലൂടെ ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര. അപ്പോൾ മഴക്കാലങ്ങളിൽ ഈ ബ്രഹ്മപുത്ര നദി എന്ത് ചെയ്യാറുണ്ട്? കരകവിഞ്ഞൊഴുകാറുണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്താണ് ജലം വഹിക്കുന്ന ഒരു നദി എന്ന് പറയുന്നത് ഏതാണ്? ഈ പറയുന്ന ബ്രഹ്മപുത്ര നദിയാണ്. സോ ആ ബ്രഹ്മപുത്ര കരകവിഞ്ഞൊഴുകുന്ന ആ ഒരു സമയങ്ങളിൽ ഈ പറയുന്ന എന്താണ് നാഷണൽ പാർക്കിലെയും അതുപോലെ തന്നെ എന്താണ് മറ്റു വന്യജീവികളൊക്കെ, അതായത് പ്രത്യേകിച്ച് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ അടക്കമുള്ള ജീവികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കുറച്ചുകൂടി ഉയരം കൂടിയ പ്രദേശങ്ങൾ തേടി പോകാറുണ്ട്. സ്വാഭാവികമല്ലേ? ജലം നിറയുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു? അവരുടെ സേഫ് സോൺ നോക്കി പോകാറുണ്ട്. അത്തരത്തിൽ പോകുന്ന സമയത്ത് ഇവരെ നാഷണൽ ഹൈവേകളൊക്കെ മുറിച്ചു കിടക്കുകയും ആ സമയത്ത് വാഹനങ്ങൾ ഇടിച്ചൊക്കെ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് പതിവായിട്ടുണ്ട്. സോ അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കൂടെ പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാസിരംഗ അസമിലാണ്. ദെൻ കാസിരംഗ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ ഒരുപാട് തവണ PSC എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുള്ളതുമാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ റിപ്പബ്ലിക് ഡേയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം 2026 ജനുവരി 26 എന്ത് ചെയ്യുന്നു? നമ്മുടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ നടക്കാൻ പോവുകയാണ്. കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യൂടാ. എന്നിരുന്നാൽ തന്നെയും പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ചർച്ച ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രമേയം എന്താണ്? അപ്പോൾ 2026 റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നുള്ളതാണ്. കേട്ടോ, വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ ഇതാണ് ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത്. ദെൻ ഇതിനെ ആസ്പദമാക്കിയിട്ട് നമുക്കറിയാം ഇപ്പോൾ വന്ദേ മാതരത്തിന്റെ 150ാം വർഷമാണ്. ഈ വന്ദേ മാതരം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഗീതമാണ്. അത് എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന് പറയുന്ന നോവലും ഉള്ളതാണ്. ദെൻ ബംഗാളിലെ സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവലാണ് ആനന്ദമഠം എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം 2026 എന്ത് ചെയ്യുന്നു? ആചരിക്കുന്നു. സോ അത് തന്നെയാണ് പ്രമേയം. എന്താണ്? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നുള്ളതാണ് 2026 റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ദെൻ ഇത് പ്രമേയമാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ്? ഒരു സംഗീതം ഒരുക്കുകയാണ്. അതായത് ഒരു ഗാനം എന്ത് ചെയ്യാൻ പോവുകയാണ്? തയ്യാറാക്കുകയാണ്. അപ്പോൾ ആ ഗാനത്തിന്റെ സംഗീതം നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ സംഗീത സംവിധാനം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കീരവാണിയാണെന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. അപ്പോൾ കീരവാണിയാണ് ഈ ഒരു കാര്യം ബേസ് ചെയ്തിട്ട് നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരു സംഗീതം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗാനം ഒരുക്കുന്നുണ്ട്. അതിന്റെ സംഗീത സംവിധാനം എന്ന് പറയുന്നത് കീരവാണിയാണ്. ദെൻ ഇതേ കീരവാണിക്ക് ഓസ്കാർ കിട്ടിയിട്ടില്ലേടാ? നാട്ടു നാട്ടു എന്ന് പറയുന്ന സോങ്, അതിന്റെ
അതിന്റെ സംഗീത സംവിധായകൻ കീരവാണി അല്ലേ? അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ അത് മാത്രമാണോ തെലങ്കാനയുടെ എന്താണ് ഔദ്യോഗിക ഗാനം ജയ ജയ ഹേ തെലങ്കാന എന്ന് പറയുന്ന ഔദ്യോഗിക ഗാനം അതിന് സംഗീതം നൽകിയത് ആര് തന്നെയാണ്? കീരവാണി തന്നെയാണ്. സോ അതുകൂടി നോട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ റിപ്പബ്ലിക് ഡേ പരേഡ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ 2026 റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയാണ്? ഉർസുല വാണ്ടർ ലിയോണും അതുപോലെ തന്നെ അന്റോണിയോ കോസ്റ്റയുമാണ്. കൃത്യമായിട്ട് ഈ രണ്ട് പേരുകൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് തമിഴ്നാട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ആദ്യമേ തന്നെ അവാർഡിന്റെ പേര് ഞാനങ്ങ് പറയാം. അതായത് സെമ്മൊഴി ലിറ്റററി അവാർഡ് അഥവാ ശ്രേഷ്ഠ ഭാഷാ സാഹിത്യ പുരസ്കാരം എന്നാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ പേരെന്ന് പറയുന്നത്. സെമ്മൊഴി ഇലക്കിയ വിരുത് ഇതാണ് അവരുടെ ലാംഗ്വേജിൽ പറയുന്ന സമയത്ത്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക. ശ്രേഷ്ഠ ഭാഷാ സാഹിത്യ പുരസ്കാരം എന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതായത് ഹിന്ദി ഒഴികെയുള്ള, അതായത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ മാതൃകയിൽ ഹിന്ദി ഇതര ഭാഷകൾക്കായിട്ട് പുരസ്കാരം ഏർപ്പെടുത്തുന്ന സംസ്ഥാനം. ഇവിടെ നിങ്ങൾക്ക് അധികം ഒന്നും തലപുകയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ സപ്പോസ് ആ ഒരു സെമ്മൊഴി ഇലക്കിയ അങ്ങനെ ഒന്നും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇല്ല എങ്കിൽ പോലും ഇവിടെ ഈ ഒരു ടേം നിങ്ങൾ നോട്ട് ചെയ്യുക. ഹിന്ദി ഇതര ഭാഷകൾക്ക്. കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഹിന്ദി ഇതര ഭാഷകൾ അല്ലെങ്കിൽ എന്താണ് ഹിന്ദി വിരുദ്ധ വികാരം ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത് തമിഴ്നാട് എന്ന് പറയുന്നത്. സോ ഹിന്ദി ഇതര ഭാഷകൾക്കായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ അതേ മാതൃകയിൽ പുരസ്കാരം ഏർപ്പെടുത്തുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അതായത് ഓരോ ഭാഷയ്ക്കുമുള്ള പുരസ്കാരം 5 ലക്ഷം രൂപയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. തന്നെ ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇപ്പോൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ മാതൃകയിൽ ഹിന്ദി ഇതര ഭാഷകൾക്കായിട്ട് പുരസ്കാരം ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഇതാണ് തമിഴ്നാടാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന രണ്ടാമത് എന്താണ് ബുദ്ധമത ഉച്ചകോടി. അപ്പോൾ 2026 ജനുവരിയിൽ രണ്ടാം ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് എന്താണ് ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വേദിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ബേ. ഈ നോർത്ത് ബേ എന്ന് പറയുന്നത് ആൻഡമാനിലാണ്. അപ്പോൾ ആൻഡമാൻ കടലിലെ നോർത്ത് ബേയിലാണ് എന്ത് ചെയ്തത്? ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പദ്ധതി ആരംഭിച്ചത്. അതായത് നമ്മുടെ കടലിന്റെ എന്താണ് നമ്മുടെ ഉൾക്കടലിന്റെ ഒരു ഭാഗത്ത് മത്സ്യം വളർത്താനായിട്ട് ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? അനുമതി കൊടുത്തിരിക്കുകയാണ്. ഇത് ഭൗമ മന്ത്രാലയത്തിന്റെ കീഴിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു പദ്ധതി അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് രാജ്യത്ത് പട്ടാള നിയമം ഏർപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട 5 വർഷം തടവ് ശിക്ഷ ലഭിച്ച മുൻ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആര് എന്നുള്ളതാണ്. യൂൻ സുക് യോൾ. എന്താണ് യൂൻ സുക് യൂൾ എന്ന് പറയുന്ന എന്താണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന് അടുത്തിടെ എന്ത് ചെയ്തിരിക്കുന്നു? 5 വർഷം തടവ് ലഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് പട്ടാള നിയമം ഏർപ്പെടുത്തിയത് കൊണ്ടാണ് എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് വേൾഡ് റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് 2026. അപ്പോൾ 2026 എന്ത് ഇൻഡെക്സ് ആണ്? വേൾഡ് റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ്. അതിൽ എന്താണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ്. 16ആണ്. സാധാരണ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻഡെക്സ് പറയുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ പറയാറുള്ളത് 1-ാം സ്ഥാനത്ത് ആരാണ്, 2-ാം സ്ഥാനത്ത് ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂഷ്വലി നമ്മൾ പറഞ്ഞു പോകാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ നേരെ എന്ത് ചെയ്തു? ഇന്ത്യയുടെ സ്ഥാനം പഠിച്ചു. ഇന്ത്യ എത്രാമതാണ്? 16ാമതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1-ാം സ്ഥാനത്ത് ആരാണെന്ന് നമ്മൾ അറിയണം. 1-ാം സ്ഥാനത്ത് ആരാണ്? സിംഗപ്പൂർ. 1-ാം സ്ഥാനത്ത് സിംഗപ്പൂർ ആണെന്നുള്ള കാര്യം ഓർക്കുക. 2-ാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. 2-ാമത് സ്വിറ്റ്സർലൻഡ്. 3-ാമത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻമാർക്ക്. അപ്പോൾ 1-ാമത് സിംഗപ്പൂർ, സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക്. ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 16 ആണ്. ഇത്രയും കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് വേൾഡ് ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻഡെക്സ്, അതായത് നമ്മൾ ഈ പറഞ്ഞ വേൾഡ് റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സ് പുറത്തിറക്കിയത്. ദെൻ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണത്. അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു വേദിയാണ്, അതായത് 2026 വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ വേദി എവിടെയാണ്? അപ്പോൾ 2026 വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാവോസ് ആണ്. ദാവോസ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. ഈ ഒരു കാര്യം ഒന്ന് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക.
ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം ഇതിന്റെ പ്രമേയമാണ്. എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്നുള്ളതാണ് അതിന്റെ പ്രമേയം എന്ന് പറയുന്നത്. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യണം. ഇനി അതിന് പുറമേ തന്നെ ഈ പറയുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ നമ്മുടെ കേരളത്തിന്റെ പ്രതിനിധി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മന്ത്രി, വ്യവസായ മന്ത്രി ആയിട്ടുള്ള പി രാജീവ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ വേദിയാണ്. 2026 വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ വേദി ദാവോസ് ആണ്. ദാവോസ് സ്വിറ്റ്സർലൻഡിലാണ്. ദെൻ അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ കേരളത്തെ റെപ്രസെന്റ് ചെയ്ത ആരാണ്? അത് പി രാജീവ് ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് INS സുദർശിനിയുടെ ലോക പര്യടനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സുദർശനിലേക്ക് നമുക്ക് വരാം. അതായത് ഈ സുദർശിനി എന്ന് പറയുന്നത് ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ പരിശീലന കപ്പലാണ്. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിന് ആദ്യത്തെ പരിശീലന കപ്പൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തരംഗിണിയാണ്. അപ്പോൾ സുദർശിനി ദെൻ തരംഗിണി. അപ്പോൾ തരംഗിണിയാണ് ആദ്യത്തേത്, ദെൻ സുദർശിനി രണ്ടാമത്തെയാണ്. അപ്പോൾ ഈ പറയുന്ന സുദർശിനിയുടെ എന്താണ് ലോക പര്യടനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. അതായത് വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ആ ഒരു തീമിൽ അധിഷ്ഠിതമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു യാത്ര എന്നുള്ളൊരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഒരു യാത്രയ്ക്ക് ഒരു പേര് കൂടിയുണ്ട്, ലോകയാൻ 26 കേട്ടോ. ലോകയാൻ 26 എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ അതുകൂടെ നോട്ട് ചെയ്യുക. അപ്പോൾ ലോകയാൻ 26ന്റെ ഭാഗമായിട്ട് എന്താണ് ലോക പര്യടനത്തിന് ഇറങ്ങിയ ഇന്ത്യൻ കപ്പൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് INS സുദർശിനിയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ വിജയ ഹസാരെ ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഈ വിജയ ഹസാരെ ട്രോഫി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ് വിജയ ഹസാരെ ട്രോഫി എന്ന് പറയുന്നത്. ദെൻ ഇത് ഏകദിന ഫോർമാറ്റിലാവും നടക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ദെൻ 2025-26 വർഷത്തെ വിജയ് ഹസാരെ ട്രോഫിയിൽ ജേതാക്കളായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദർഭയാണ്. അവരുടെ ഫസ്റ്റ് വിജയ് ഹസാരെ കിരീടമാണ്. അപ്പോൾ 2025-26 വർഷത്തെ വിജയ് ഹസാരെ ട്രോഫി ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദർഭയാണ്. ദെൻ ഇവർ ആരെ പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ സൗരാഷ്ട്രയെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്തത്, കിരീടം നേടിയത്. അപ്പോൾ സൗരാഷ്ട്രയെ പരാജയപ്പെടുത്തി വിദർഭ 2025-26 വർഷത്തെ എന്താണ് വിജയ് ഹസാരെ ട്രോഫി നേടി. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു താരം വിരമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ബാഡ്മിന്റൺ താരമായിട്ടുള്ള സൈന നെഹ്വാൾ എന്ത് ചെയ്തിരിക്കുകയാണ്, വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സൈന നെഹ്വാളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ ഒരു വേൾഡ് ബാഡ്മിന്റൺ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ഈ പറയുന്ന സൈന നെഹ്വാളാണ്. 2015 ആ ഒരു നേട്ടം എന്ത് ചെയ്യുന്നത് സൈന അച്ചീവ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സൈന നെഹ്വാൾ ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുണ്ട് കേട്ടോ. 2012 ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സൈന നെഹ്വാൾ മെഡൽ നേടിയിട്ടുണ്ട്. ദെൻ അതുപോലെ ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. കാരണം ഈ പറയുന്ന ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നതും ആര് തന്നെ, സൈന തന്നെ. ദെൻ ഒളിമ്പിക്സിലെ ബാഡ്മിന്റണിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്, സൈന നെഹ്വാൾ തന്നെയാണ്. കാരണം അതിനു മുൻപ് ഇതുവരെ ഒരു പുരുഷ താരം പോലും എന്ത് ചെയ്തിട്ടില്ല, ബാഡ്മിന്റണിൽ ഒരു മെഡൽ ഒളിമ്പിക്സിൽ നേടിയിട്ടില്ല. സോ ബാഡ്മിന്റണിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് സൈന നെഹ്വാൾ ആണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ സൈന നെഹ്വാളിന് ഒരുപാട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അർജുന അവാർഡ് 2009 അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ സൈന നെഹ്വാളിന് 2010 എന്ത് ചെയ്തിട്ടുണ്ട്, ഖേൽരത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് അത് രാജീവ് ഗാന്ധി ഖേൽരത്നയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് എന്റെ പേര് മാറിയിട്ട് ധ്യാൻചന്ദ് ഖേൽരത്ന എന്നായത്. സോ 2010 ഖേൽരത്ന പുരസ്കാരം. അത് മാത്രമല്ല ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ബാഡ്മിന്റൺ താരമാണ് ആരെന്ന് പറയുന്നത്, സൈന നെഹ്വാൾ എന്ന് പറയുന്നത്. ഇനി 2010 തന്നെ എന്ത് കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. 2016 പത്മഭൂഷൺ ബഹുമതിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്, 2009 അർജുന, 2010 ഖേൽരത്ന, 2010 തന്നെ പത്മശ്രീ, 2016 പത്മഭൂഷൺ, ഇത്രയും കിട്ടിയിട്ടുള്ള ഒരു താരം കൂടിയാണ്. ദെൻ എന്താണ് നമ്മുടെ ബാഡ്മിന്റൺ ഫെഡറേഷന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്. 2015 വെള്ളി നേടിയിട്ടുണ്ട്. ദെൻ അതോടുകൂടി ഒരു നേട്ടം കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് എന്താണ് വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ താരം എന്ന് പറയുന്നത്, ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ആര് തന്നെ, സൈന നെഹ്വാൾ തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് WPL നമുക്കറിയാം, വുമൻസ് പ്രീമിയർ ലീഗ്. അപ്പോൾ അതിൽ 50 വിക്കറ്റുകൾ നേടിയ ആദ്യ താരം ആര് എന്നാണ്, അത് അമേലിയ ഖെർ. ആരാണ്, അമേലിയ ഖെർ ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. നിലവിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ WPLന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 50 വിക്കറ്റുകൾ നേടിയ താരം എന്ന് പറയുന്നത് ആരാണ്, അമേലിയ ഖെർ ആണ്. നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ ആരാണ്, അമേലിയ ഖെർ ആണ്. 2024 വുമൻസ് T20 വേൾഡ് കപ്പിൽ ഫൈനലിലെ താരം, ടൂർണമെന്റിലെ താരം, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഇതൊക്കെ ആരായിരുന്നു, അമേലിയ ഖെർ ആണ് അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട്
നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ വീണ്ടും ഒരു പോയിന്റ് ഈ പറയുന്ന WPL-യുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് WPL-ൽ 1000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? അപ്പോൾ ഇതാണ് വുമൻസ് പ്രീമിയർ ലീഗിൽ 1000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? അത് ഹർമൻപ്രീത് കൗർ ആണ്. ഈ താരത്തെ നമുക്ക് അറിയാം അല്ലേ? ഈ ഹർമൻപ്രീത് കൗർ ആണ് നമുക്ക് ആദ്യമായിട്ടൊരു വനിതാ ഏകദിന ലോകകപ്പ് നേടുന്നത്. ദെൻ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ഹർമൻപ്രീത് കൗർ ആണ്. അപ്പോൾ അതേ ഹർമൻപ്രീത് കൗർ ആണ് വുമൻസ് പ്രീമിയർ ലീഗിൽ 1000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ ഇന്ത്യൻ താരം എന്നാണ് പറഞ്ഞതെങ്കിൽ വുമൻസ് പ്രീമിയർ ലീഗിൽ 1000 റൺസ് നേടിയ ആദ്യ താരം ആരാണ്? അത് നടാലി സ്കീവർ ബ്രണ്ട് കേട്ടോ, നടാലി സ്കീവർ ബ്രണ്ട്. ദെൻ ഈ പറയുന്ന രണ്ടുപേരും മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള ഒരു വിയോഗമാണ്. അതായത് A. ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന മുൻ കേരള ഹൈക്കോടതി ജസ്റ്റിസ്, അതുപോലെ തന്നെ മുൻ ജഡ്ജി, ദെൻ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം, ഈ നിലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള എന്താണ് ലക്ഷ്മിക്കുട്ടി അന്തരിച്ചു. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാലന്റ് റാങ്ക് ഫെയറുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഒറ്റ ഓഡിയോ ആണ്, മുൻവർഷ ചോദ്യങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ട് പൂർണ്ണമായിട്ട് സിലബസ് കവർ ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു റാങ്ക് ഫെയർ തയ്യാറാക്കിയിട്ടുള്ളത്. ന്യൂ SCRT ഫാക്ട് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളോ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranza.channelkela.com സന്ദർശിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് 2026 ജനുവരിയിൽ റിസർവ് ബാങ്ക് റീജിയണൽ ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? പ്രവീൺ കുമാർ വസന്ത രാമചന്ദ്രൻ. ദെൻ അതുപോലെ തന്നെ 2026 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച UAE പ്രസിഡന്റ് ആരാണെന്ന് പറഞ്ഞു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ആണെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം പറഞ്ഞത് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന് പറയുന്ന ഒരു പരിശോധനയെ പറ്റിയാണ്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വ്യാപക പരിശോധനയാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയ പരിശോധന കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും നടത്തി എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ദെൻ ഇൻഡിഗോയ്ക്ക് എന്ത് ചെയ്തു? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ പിഴ എന്താണ് ലഭിച്ചു എന്നുള്ളതാണ്. അതായത് 22.20 കോടി രൂപ പിഴ അവർക്ക് ഈടാക്കിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം ഇന്ത്യയിലെ ആദ്യത്തെ സോവറിൻ AI പാർക്ക് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ദെൻ അതിനുശേഷം പറഞ്ഞു മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്യൂണിക്കുലർ റെയിൽവേ തുറന്നു എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം പറഞ്ഞതൊരു വേദിയാണ്. അതായത് 2026 ഇന്ത്യ ഇന്റർനാഷണൽ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റ് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു അല്ലെ. ദെൻ അതിനുശേഷം പറഞ്ഞത് കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പ്രോജക്ട് അത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ പറഞ്ഞു. ബ്രഹ്മപുത്ര നദിയിൽ മഴക്കാലത്ത് വെള്ളം കയറുന്ന സമയത്ത് ജീവികൾ കൂട്ടത്തോടെ എന്ത് ചെയ്യും? അവർ ഉയർന്ന പ്രദേശങ്ങൾ നോക്കി പോവുകയും ആ പോകുന്നതിനിടയിൽ നാഷണൽ ഹൈവേയിലൊക്കെ വെച്ച് വണ്ടി ഇടിച്ച് എന്താണ് ഇത് ഒരുപാട് കൊല്ലപ്പെടുന്നതായിട്ടും കണ്ടു. സോ അത് ഒന്ന് തടയുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കോറിഡോർ പ്രോജക്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ദെൻ കാസിരംഗ എവിടെയാണ്? അസമിലാണ്. അതുപോലെ തന്നെ 2026 റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രമേയം പറഞ്ഞു. എന്താണ്? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. ദെൻ ഇത് പ്രമേയമാക്കിക്കൊണ്ട് വന്ദേ മാതരത്തിന്റെ 150 വർഷം പ്രമേയമാക്കിക്കൊണ്ട് ഒരു ഗാനം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരുങ്ങുന്നുണ്ട്. അതിന്റെ സംഗീത സംവിധായകൻ കീരവാണിയാണ്. ദെൻ അതിനുശേഷം പറഞ്ഞു തമിഴ്നാട് ഒരു പുരസ്കാരം കൊണ്ടുവരാൻ പോകുന്ന കാര്യം പറഞ്ഞു. അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ അതേ മാതൃകയിൽ എന്ത് ചെയ്യുകയാണ്? ഹിന്ദി ഇതര ഭാഷകൾക്കായിട്ട് ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നു. അത് ആരാണ്? തമിഴ്നാടാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ടേം ഇതാണ്. ഹിന്ദി ഇതര ഭാഷ എന്ന് കണ്ട എന്താ നമുക്കത് ഉറപ്പിച്ചോ? എന്താണ്? തമിഴ്നാടാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം പറഞ്ഞ പോയിന്റ് 2026 ജനുവരിയിൽ രണ്ടാമത് ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണെന്ന് പറഞ്ഞു അല്ലെ. ന്യൂഡൽഹിയാണ്. ദെൻ അതിനുശേഷം ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു. അത് നോർത്ത് ബേ ആണ്, ആൻഡമാനിലാണ്. ദെൻ അതിനുശേഷം എന്താണ്? യൂൻ സുക് യോൾ എന്ന് പറയുന്ന മുൻ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിനെ പറ്റി പറഞ്ഞു. അതായത് രാജ്യത്ത് എന്താണ് പട്ടാള നിയമം ഏർപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് 5 വർഷം തടവ് കിട്ടിയ കാര്യം പറഞ്ഞു. ദെൻ അതിനുശേഷം ഒരു ഇൻഡെക്സ് ആണ് പറഞ്ഞത്. അതായത് വേൾഡ് റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് 2026. അപ്പോൾ അതിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 16 ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1ാം സ്ഥാനത്ത് സിംഗപ്പൂർ ആണ്. ദെൻ അതിനുശേഷം പറഞ്ഞത് ഒരു വേദിയാണ്. 2026 വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ വേദി എവിടെയാണ്? അത് ദാവോസ് ആണ്, സ്വിറ്റ്സർലൻഡിലാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P. രാജീവാണ്. ദെൻ അതിനുശേഷം പറഞ്ഞു INS സുദർശിനിയുടെ ലോക പര്യടനത്തിന് തുടക്കം കുറിച്ചു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ദെൻ അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് വിജയ് ഹസാരെ ട്രോഫി 2025-26. അപ്പോൾ ഈ ഒരു കാലയളവിൽ വിജയ് ഹസാരെ ട്രോഫിയാണ് ഇപ്പോൾ 2026 ഫൈനലിൽ നടന്നത്. അപ്പോൾ അതിൽ ജേതാക്കളായത് വിദർഭയാണെന്നുള്ള കാര്യം ഓർക്കുക. സൗരാഷ്ട്രയാണ് അവർ എന്ത് ചെയ്തത്? ഫൈനലിൽ പരാജയപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യം കൂടി കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക.
ദെൻ അതിനുശേഷം പറഞ്ഞത് ഇന്ത്യൻ ബാഡ്മിന്റൺ താരമായിട്ടുള്ള സൈന നെഹ്വാൾ വിരമിക്കൽ പ്രഖ്യാപിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതുപോലെ തന്നെ WPL വുമൺസ് പ്രീമിയർ ലീഗിൽ 50 വിക്കറ്റുകൾ നേടിയ ആദ്യ താരം അമേലിയ ഖർ ആണെന്നും വുമൺസ് പ്രീമിയർ ലീഗിൽ 1000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം ഹർമൻപ്രീത് കൗർ ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. കാരണം WPL 50 വിക്കറ്റുകൾ നേടിയ ആദ്യ താരം എന്ന് പറയുമ്പോൾ തന്നെ WPL ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം എന്ന് പറയുന്ന ആരാണ്? അമേലിയ ഖർ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു. ഈ ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന മുൻ കേരള ജഡ്ജിയും കേരള ജസ്റ്റിസും ഒക്കെ ആയിട്ടുള്ള ആരാണ്? ലക്ഷ്മിക്കുട്ടി അന്തരിച്ച കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൂടെ നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം നേടിയത് ആര് എന്നാണ്? തൃശൂർ, തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്. അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം KECBയിലെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിലെ ക്രമക്കേട് കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ ഓപ്പറേഷന്റെ പേര് എന്ത് എന്നാണ്? ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്, ഓപ്പറേഷൻ സഡൻ ഷോക്ക്, ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട്, ഓപ്പറേഷൻ സർക്യൂട്ട്. അപ്പോൾ അതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം G7 ക്രിട്ടിക്കൽ മിനറൽസ് മന്ത്രിതല യോഗത്തിന്റെ വേദി എവിടെയാണ്? വാഷിംഗ്ടൺ DC, പാരീസ്, ബെർലിൻ, ലണ്ടൻ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് എവിടെയാണ്? വാഷിംഗ്ടൺ DC ആണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം 78ാമത് ഇന്ത്യൻ ആർമി ദിന പരേഡ് നടന്നത് എവിടെ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ജയ്പൂർ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജനുവരി 21, 22 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.